നമസ്കാരം. യോഗയുടെ 10-ാം അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വരൂ, ഇന്നത്തെ യോഗാഭ്യാസം നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. പ്രാർത്ഥനയ്ക്ക് ഏതുതരം ആസനത്തിന് വേണമെങ്കിലും ഇരിക്കാം. സുഖാസനം, അർദ്ധപദ്മാസനം, പദ്മാസനം. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. 2 കൈയും കൂപ്പി നമസ്കാര മുദ്രയിൽ വയ്ക്കുക. ഒരു പ്രാവശ്യം ഓം എന്ന് ജപിച്ചതിന് ശേഷം പ്രാർത്ഥന ചൊല്ലുക. സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. പതുക്കെ നിങ്ങളുടെ 2 കൈകൾ കൊണ്ടും നിങ്ങളുടെ കണ്ണുകളെ തൊടുക. കൈകൾ രണ്ടും താഴ്ത്തി പതുക്കെ കണ്ണു തുറക്കുക. ഒരിക്കൽ കൂടെ നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പഠന സെക്ഷൻ ചാലൻ ക്രിയ ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. എങ്കിൽ വരൂ, നമുക്ക് ഈ സെക്ഷൻ ചാലൻ ക്രിയ ചെയ്തുകൊണ്ട് തുടങ്ങാം. ഇതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനത്ത് നിൽക്കുക. കാലുകൾ 2 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. കണ്ണുകളടച്ച് റിലാക്സ് ചെയ്ത് നിൽക്കുക. ചാലനക്രിയ ചെയ്യുന്നതിനു വേണ്ടി നിങ്ങളുടെ മനസ്സും ശരീരവും തയ്യാറാക്കി നിർത്തുക. ഇനി കണ്ണുകൾ തുറക്കുക. ചാലനക്രിയ ചെയ്യുന്നതിനു വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ കൈകൾ രണ്ടും അരക്കെട്ടിൽ വയ്ക്കുക. 4 വിരൽ പുറത്തേക്ക് വരുന്ന രീതിയിലും തള്ളവിരൽ ഉള്ളിലേക്ക് വരുന്ന രീതിയിലും വയ്ക്കുക. ആദ്യം തന്നെ കഴുത്തിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്. കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചുകൊണ്ടുള്ള പരിശീലനം. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടും കഴുത്ത് മുമ്പോട്ടും പിൻപോട്ടും ചലിപ്പിക്കുന്ന പരിശീലനമാണിത്. ശ്വാസം ഉള്ളോട്ടെടുത്തുകൊണ്ട് കഴുത്തു പിന്നിലേക്ക് ചലിപ്പിക്കുക. ശ്വാസം പുറത്തോട്ട് വിട്ട് കഴുത്തു മുന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് വീണ്ടും പിന്നോട്ട് വളയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് വീണ്ടും പൂർണ്ണസ്ഥിതിയിലേക്ക് വരിക. അടുത്തത് കഴുത്തുകൊണ്ട് പ്രണാമം അർപ്പിക്കുന്ന രീതിയിലുള്ള പരിശീലനം. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് വലത് ഷോൾഡറിൻ്റെ അടുത്തേക്ക് ചലിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് തിരിച്ച് നേരെ വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് ഇടതുവശത്തേക്ക് ചലിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് തിരിച്ച് നേർത്ത് വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് വീണ്ടും വലതുവശത്തേക്ക് ചിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് തിരിച്ച് നടുവിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് വീണ്ടും ഇടത് ഷോൾഡറിനടുത്തേക്ക് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് തിരിച്ച് നിവർത്തി നിൽക്കുക. അടുത്ത ക്രിയ കഴുത്ത് ഇരുവശത്തേക്കും ചരിച്ചുകൊണ്ടുള്ള അഭ്യാസമാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ട് കഴുത്ത് വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ച് നടുവിലേക്ക് തന്നെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് ഇടതുവശത്തേക്ക് ചരിക്കുക. ഈ ക്രിയ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കഴുത്തിന് എന്തു മാറ്റമാണ് ഉണ്ടായതെന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. വീണ്ടും ഒരു തവണ കൂടെ ഈ ക്രിയ ചെയ്യുക. ശ്വാസമെടുക്കുക, ശ്വാസം വിടുക. ശ്വാസമെടുക്കുക, ശ്വാസം വിടുക. ശ്വാസമെടുക്കുക, മധ്യത്തിലെത്തിയ ശേഷം ശ്വാസം വിടുക. അടുത്ത സെക്ഷൻ കഴുത്ത് റൊട്ടേഷൻ വ്യായാമമാണ്. ശ്വാസം വിട്ടുകൊണ്ട് താടി കണ്ഠനാളത്തിൽ മുട്ടിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കഴുത്ത് കോക്ലേസ് ഡയറക്ഷനിൽ ചുറ്റുക. ശ്വാസം വിട്ടുകൊണ്ട് താടി കണ്ഠനാളത്തിൽ മുട്ടിക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ചെയ്യുക.
ഇനി ഇതുപോലെ 2 പ്രാവശ്യം വിപരീത ദിശയിലും ചെയ്യുക. ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ട് കഴുത്ത് പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ട് കഴുത്ത് താഴേക്ക് കൊണ്ടുവരിക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നേരെ നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പഴയ പോലെ പൂർവ്വസ്ഥിതിയിലാക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഈ വ്യായാമം കൊണ്ട് നിങ്ങളുടെ കഴുത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം അസ്കൻ സഞ്ചാലന. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും പതുക്കെ വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തി ചെവി മുട്ടിച്ച് നിവർത്തുക. 2 കൈപ്പത്തികളും ഓപ്പോസിറ്റ് ദിശയിൽ നിൽക്കുന്ന രീതിയിൽ വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. വീണ്ടും 1 പ്രാവശ്യം കൂടെ ഇതുപോലെ ചെയ്യുക. ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. റിലാക്സ്. കണ്ണുകൾ അടയ്ക്കുക. ഇതാണ് സ്കന്ദ് ചഞ്ചലൻ. എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർ ഈ വ്യായാമം പതുക്കെ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പതുക്കെ കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം സ്കന്ദ് ചക്ര. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലേക്ക് ഉയർത്തി വയ്ക്കുക. കൈപ്പത്തി 2 മലർത്തി വയ്ക്കുക. 2 കൈകളിലെയും വിരലുകൾ 2 ഷോൾഡറിൽ വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈമുട്ടുകളും മുന്നോട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വട്ടത്തിൽ ചുഴറ്റുക. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരിക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരിക. ഇനി ഈ പ്രക്രിയ വിപരീത ദിശയിലും ചെയ്യുക. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ മുകളിലേക്ക് ചുഴറ്റുക. ഇനി റിലാക്സ് ചെയ്യുക. കൈകൾ പഴയതുപോലെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുക. കണ്ണുകൾ അടയ്ക്കുക. ഇത് ഷോൾഡർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വ്യായാമമാണ്. ഈ പ്രക്രിയ നിങ്ങളുടെ ഷോൾഡറിൽ എന്തു മാറ്റമാണ് വരുത്തിയതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ഷോൾഡർ മൂവ്മെൻറ്റ് ഫ്ലെക്സിബിൾ ആക്കുന്നു. പതുക്കെ കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം കടിചാലനം. ഇത് ചെയ്യുന്നതിനായിട്ട് കാലുകൾ ഒരൽപ്പം അകഴ്ത്തി വയ്ക്കുക. നേരെ നിവർന്നു നിൽക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ 2 മുന്നോട്ട് ഉയർത്തുക. 2 കൈപ്പത്തികളും മുഖാമുഖം വരുന്ന രീതിയിൽ വേണം കൈകൾ വയ്ക്കാൻ. ഒരിക്കൽ കൂടെ ശ്വാസം മുകളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ 2 വലതുവശത്തേക്ക് ചരിക്കുക. വലതു കൈ നേരെ പിന്നോട്ട് വളയ്ക്കുക. ഇടതു കൈ വിരലുകൾ കൊണ്ട് വലതു കൈ മുട്ടിൽ തൊടുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നടുവിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ 2 ഇടതുവശത്തേക്ക് ചലിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നടുവിലേക്ക് തന്നെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈ വലതുവശത്തേക്ക് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നടുവിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വീണ്ടും മുന്നോട്ട് വയ്ക്കുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക. ഈ വ്യായാമം നമ്മുടെ അരക്കെട്ടിനെ ഫ്ലെക്സിബിളാക്കാൻ സഹായിക്കുന്നു. കണ്ണുകൾ അടച്ച് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അനുഭവിച്ചറിയുക. അടുത്ത വ്യായാമം കുട്ടനാചാലൻ. കാലുകൾ നിലത്തുറപ്പിച്ചു വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ 2 മുന്നോട്ട് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുകൾ മടക്കി കാലുകൾ നിലത്തൂങ്ങിക്കൊണ്ട് ഇരിക്കുക. ഇതാണ് കുട്ടനാചാലൻ വ്യായാമം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരിക. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും 1 പ്രാവശ്യം കൂടെ ഇങ്ങനെ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. 2 കൈകളും പഴയ പോലെ വയ്ക്കുക. ഈ വ്യായാമം നമ്മുടെ കാൽമുട്ടുകളെ ആയാസരഹിതമാക്കുന്നു. പക്ഷേ കാൽമുട്ടുവേദനയോ അതിനോടനുബന്ധിച്ച അസുഖങ്ങളോ ഉള്ളവർ ഈ വ്യായാമം ചെയ്യുന്നത് ഉചിതമല്ല. അവർ ഈ വ്യായാമം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പതുക്കെ കണ്ണുകൾ തുറക്കുക.
ചാലൻ ക്രിയയ്ക്ക് ശേഷം നമ്മൾ വിവിധങ്ങളായ ആസനങ്ങളാണ് ചെയ്യുന്നത്. ആസനങ്ങളിൽ ആദ്യത്തേത് കാലാസൻ. അതിനുവേണ്ടി ചരിഞ്ഞു നിൽക്കുക. കാലുകൾ 2 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ആസനം ചെയ്യാൻ വേണ്ടി സജ്ജമാക്കുക. നേരെ മുന്നോട്ട് നോക്കുക. 2 കാലുകളും ഒരുപോലെ വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുന്നോട്ട് ഉയർത്തുക. 2 കൈയിലെയും വിരലുകൾ കോർത്തു പിടിക്കുക. കൈ കോർത്ത് പുറംതിരിച്ചു പിടിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. കുറച്ചുനേരം ആ പൊസിഷനിൽ നിൽക്കുക. നേരെ മുന്നോട്ട് നോക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ കാൽ വിരലുകളിൽ ഊന്നി നിൽക്കുക. കാലുകൾ പൊന്തിച്ചു വയ്ക്കുക. മുന്നോട്ട് നോക്കുക. ഇതാണ് താരാസനം. ഇവിടെ ഉച്ഛ്വാസനിശ്വാസങ്ങൾ ഒരുപോലെയാണ്. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ കാലുകളും കൈകളും പഴയ പോലെ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഈ ആസനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അടുത്ത വ്യായാമം വൃക്ഷാസനം. വൃക്ഷാസനത്തിനു വേണ്ടി നിൽക്കുന്ന പൊസിഷൻ മാറ്റുക. നേരെ നിൽക്കുക. മുന്നോട്ട് നോക്കുക. ആദ്യം തന്നെ വലത് കൈകൊണ്ട് വലത് കാൽപാദമെടുത്ത് ഇടത് കാലിൻ്റെ തുടയിൽ കാൽപാദം താഴെ വരുന്ന രീതിയിൽ വയ്ക്കുക. കൈകൾ രണ്ടും വശങ്ങളിലൂടെ ഉയർത്തി നമസ്കാരമുദ്രയിൽ വയ്ക്കുക. കണ്ണുകൾ കൊണ്ട് നേരെ മുന്നോട്ട് നോക്കുക. ഇതാണ് വൃക്ഷാസനം. ഇത് ആസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസനമാണ്. ഇത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കാൻ സഹായിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ കാൽപാദങ്ങളെയും കൈകളെയും തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഈ വ്യായാമം ഇനി നമ്മൾ മറ്റേ കാലുപയോഗിച്ചും ചെയ്യണം. ഇടത് കൈകൊണ്ട് ഇടത് കാൽപാദമെടുത്ത് വലത് കാലിൻ്റെ തുടയിൽ വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തി നമസ്കാരമുദ്രയിൽ വയ്ക്കുക. നേരെ മുന്നോട്ട് നോക്കുക. ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്തുകൊണ്ട് കൈകളും കാലുകളും പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുക. കണ്ണുകൾ അടയ്ക്കുക. ഈ ആസനം നിങ്ങളുടെ കണ്ണിനും മനസ്സിനും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണെന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അടുത്ത വ്യായാമം പാദഹസ്താസനം. പാദഹസ്താസനത്തിനു വേണ്ടി കണ്ണുകൾ അടയ്ക്കുക. ഒരു വശത്തേക്ക് ചരിഞ്ഞു നിൽക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ടും മുന്നോട്ട് വളച്ച് മുട്ടുമടക്കാതെ നിലത്ത് തൊടുക. എന്നിട്ട് പതുക്കെ 2 കാൽപാദങ്ങളുടെ വശങ്ങളിലും വയ്ക്കുക. എന്നിട്ട് മുഖം കാലുകളിൽ മുട്ടിച്ച് നിൽക്കുക. ഇവിടെ ശ്വാസത്തിൻ്റെ ഗതി ഒരുപോലെയാണ്. ഇതാണ് പാദഹസ്താസനം. ഈ ആസനം ചെയ്യുന്നത് നമ്മുടെ അരക്കെട്ടിനും ഇടുപ്പിനും വളരെ ഉപകാരപ്രദമാണ്. ഈ ആസനം നമ്മുടെ മസ്തിഷ്കത്തിലെ രക്തസംക്രമണം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. വീണ്ടും ശ്വാസമെടുക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും മുകളിൽ നിന്ന് താഴേക്ക് താഴ്ത്തുക. ഇടുപ്പ് വേദനയോ ഊരവേദനയോ ഉള്ള ആളുകളൊന്നും ഈ ആസനം ചെയ്യരുത്. മരുന്ന് കഴിക്കുന്നവരും ഈ ആസനം ചെയ്യാൻ ശ്രമിക്കരുത്. കണ്ണുകളടച്ച് ഈ ആസനത്തിൻ്റെ ഫലം മനസ്സിലോർക്കുക. അടുത്ത വ്യായാമം അർദ്ധചക്രാസനം. കാലുകൾ തമ്മിൽ 2 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. 2 കൈകളും അരക്കെട്ടിൽ വയ്ക്കുക. ആദ്യ 4 വിരലുകൾ പുറത്തേക്ക് വരുന്ന രീതിയിലും തള്ളവിരൽ ഉള്ളിലേക്കായിട്ടും വയ്ക്കുക. കൈകൾ രണ്ടും പിന്നിലേക്ക് വളയ്ക്കുക.
ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പുറകിലോട്ട് വളയ്ക്കുക. നിങ്ങൾക്ക് എത്രത്തോളം പുറകിലോട്ട് വളയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വളയ്ക്കാൻ ശ്രമിക്കുക. കുറച്ചുനേരം അങ്ങനെ തന്നെ നിൽക്കുക. ഇതാണ് അർദ്ധചക്രാസനം. ഇത് നമ്മുടെ അരക്കെട്ടിനെ ഫ്ലെക്സിബിളാക്കുന്നു. ഇത് നമ്മുടെ സുഗമമായ ശ്വാസോച്ഛ്വാസ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്തു പതുക്കെ പൂർവ്വസ്ഥിതിയിലാക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. കണ്ണുകൾ അടയ്ക്കുക. ഈ ആസനത്തിൻ്റെ ഫലം മനസ്സിൽ കാണുക. കണ്ണുകൾ തുറക്കുക. അടുത്ത വ്യായാമം ത്രികോണാസനം. ഇതിനുവേണ്ടി നേരെ നിൽക്കുക. 2 കാലുകളും 3 ഫീറ്റ് അകലത്തിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കാൽപാദം വലത് വശത്തേക്ക് തിരിച്ചു വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് വലത് കൈയിലെ വിരലുകൾ പതുക്കെ വലത് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അടുത്തായി വയ്ക്കുക. ഇനി കഴുത്ത് മുകളിലേക്ക് ഉയർത്തി ഇടത് കൈയുടെ നടുവിരൽ നോക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ അരക്കെട്ടിനെ ഫ്ലെക്സിബിളാക്കുന്നു. ഇത് നമ്മുടെ ചെസ്റ്റിനും വളരെ ഉപകാരപ്രദമായ ആസനമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിലെ രക്തയോട്ടത്തിന് വളരെ ഉപകാരപ്രദമായ ആസനമാണ്. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് ഇടതുവശത്തേക്ക് തിരിച്ചു വയ്ക്കുക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് വളയുക. ഇടത് കൈവിരലുകൾ കൊണ്ട് ഇടത് കാലിൻ്റെ ഉപ്പൂറ്റിയിൽ തൊടുക. കഴുത്ത് മുകളിലേക്ക് ഉയർത്തി വലത് കൈയിലെ നടുവിരൽ നോക്കാൻ ശ്രമിക്കുക. ശ്വാസനിശ്വാസങ്ങൾ എടുത്തുകൊണ്ട് കുറച്ചു സമയം ഇങ്ങനെ നിൽക്കുക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. കാൽപാദം ഉള്ളിലേക്കാക്കി വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും താഴ്ത്തുക. കാലുകൾ അടുത്തേക്ക് വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. ത്രികോണാസനത്തിന് ശേഷം ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യാം. ഇതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തിരിക്കുക. ആദ്യം തന്നെ നമ്മൾ വിശ്രമാസനമാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി 2 കൈകളും അരയ്ക്ക് പുറകിലേക്ക് വയ്ക്കുക. ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്തുകൊണ്ട് കഴുത്തു പതുക്കെ പുറകിലേക്ക് വളയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇതാണ് വിശ്രമാസനം. ഇതിലൂടെ നമ്മുടെ മനസ്സും ശരീരവും ശാന്തവും സ്വസ്ഥവും സമാധാനവും നിറഞ്ഞതാവുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്കാക്കുക. അടുത്ത ആസനം ദണ്ഡാസനമാണ്. ഇതിനായി 2 കാൽപാദങ്ങളും ഉയർത്തി അടുപ്പിച്ച് വയ്ക്കുക. 2 കൈകളും നിതംബത്തിൻ്റെ ഇരുവശങ്ങളിലായി വയ്ക്കുക. കഴുത്ത് നേരെ വയ്ക്കുക. മുന്നോട്ട് നോക്കുക. ഇങ്ങനെയാണ് ദണ്ഡാസനത്തിൽ ഇരിക്കുക. ഇത് നമ്മുടെ മുഴുവൻ ശരീരത്തെയും സ്വാധീനിക്കും. രക്തസഞ്ചാരം കൂട്ടാൻ വേണ്ടിയും ഇത് സഹായിക്കുന്നു. ഇനി നമ്മൾ ഭദ്രാസനമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി 2 കാൽപാദങ്ങളും പരസ്പരം തൊട്ടുകൊണ്ട് കാൽമുട്ട് മലർത്തി വയ്ക്കുക. ഇരു കൈവിരലുകളും തമ്മിൽ കോർത്ത് കാൽവിരലുകളിൽ പിടിക്കുക. കാലുകൾ ശരീരത്തോടടുപ്പിച്ചു വെച്ച് നിവർന്നിരിക്കുക. ഇതാണ് ഭദ്രാസനം. ഉപ്പൂറ്റി നിലത്ത് മുട്ടിയിരിക്കാൻ ശ്രദ്ധിക്കണം. അരയും കഴുത്തും നേരെ നിവർത്തി വയ്ക്കുക. കണ്ണുകൾ പതുക്കെ അടയ്ക്കുക. സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് കുറച്ചുനേരം ഈ ആസനത്തിൽ തന്നെ ഇരിക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക.
ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ കൈകളെയും കാലുകളെയും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമാസനത്തിലേക്ക് വരിക. വീണ്ടും വിശ്രമാസനത്തിൽ നിന്ന് തിരിച്ചു വരിക. ഇനി നമ്മൾ വജ്രാസനമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ വലതുകാൽ മടക്കി വലതു കാൽപാദം വലത് നിതംബത്തിനടിയിലായിട്ടും ഇടതുകാൽ മടക്കി ഇടതു കാൽപാദം ഇടതു നിതംബത്തിനടിയിലായിട്ടും വയ്ക്കുക. രണ്ട് കാൽവിരലുകളും അടുത്തടുത്തായി തൊടുന്ന രീതിയിൽ വയ്ക്കുക. രണ്ട് കൈകളുമെടുത്ത് രണ്ട് കാൽമുട്ടുകളിൽ വയ്ക്കുക. അരയും കഴുത്തും നേരെയാക്കി വയ്ക്കുക. സാധാരണ പോലെ ശ്വാസമെടുക്കുക. കണ്ണുകളടയ്ക്കുക. ഇതാണ് വജ്രാസനം. ഊരവേദനയോ ആത്രൈറ്റിക്സോ ഉള്ളവരൊന്നും ഈ ആസനം ചെയ്യരുത്. ഈ ആസനം നമ്മുടെ കാൽമുട്ടുകൾക്ക് വളരെ നല്ലതാണ്. ഈ ആസനം നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്കും വളരെ നല്ലതാണ്. പതുക്കെ കണ്ണുകൾ തുറക്കുക. വജ്രാസനത്തിൽ നിന്നും ഇനി നമ്മൾ അർദ്ധ ഉസ്ത്രാസനത്തിലേക്കാണ് പോകുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മുട്ടിലൂന്നി എഴുന്നേറ്റ് നിൽക്കുക. കാലുകൾ തമ്മിൽ കുറച്ച് അകത്തി വയ്ക്കണം. രണ്ട് കൈകളും നിങ്ങളുടെ നിതംബത്തിൻ്റെ പിന്നിലായി വയ്ക്കുക. വിരലുകൾ താഴേക്കായി വയ്ക്കണം. രണ്ട് കൈകളും ഒരേ അകലത്തിൽ വയ്ക്കാൻ ശ്രമിക്കുക. ശ്വാസമെടുക്കുകയും ശ്വാസം വിടുകയും ചെയ്തുകൊണ്ട് അരയും കഴുത്തും മാക്സിമം പുറകിലേക്ക് വളയ്ക്കാൻ ശ്രമിക്കുക. സാധാരണ പോലെ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് കുറച്ചുനേരം ഇങ്ങനെ തന്നെ നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുക. വീണ്ടും വജ്രാസനത്തിൽ ഇരിക്കുക. ഇനി നമ്മൾ ഉസ്ട്രാസനമാണ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളുടെ മുട്ടിലൂന്നി ഇരിക്കുക. കാലുകൾ തമ്മിൽ കുറച്ച് അകലത്തിൽ വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ അരയും കഴുത്തും പുറകിലേക്ക് വളയ്ക്കുക. ഇടതുകൈ ഇടത് കാൽപാദത്തിലും വലതുകൈ വലത് കാൽപാദത്തിലും വെച്ച് മാക്സിമം പിന്നോട്ട് വളഞ്ഞു നിൽക്കുക. ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. ഇടതുകൈ ഇടതുകാൽ മുകളിലും വലതുകൈ വലതുകാൽ മുകളിലുമായിട്ട് വയ്ക്കുക. സാധാരണ പോലെ ശ്വാസമെടുക്കുക. ഇതാണ് ഉസ്ത്രാസനം. ഇത് നമ്മുടെ അരക്കെട്ടിനെ ഫ്ലെക്സിബിളാക്കാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ തൊറാക്രിക് റീജിയനും വളരെ നല്ല ആസനമാണ്. ശ്വാസമെടുത്തുകൊണ്ട് അരയും കഴുത്തും നേരെ വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും വജ്രാസനത്തിൽ ഇരിക്കുക. ഇനി ഈ ആസനം നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും എന്ത് മാറ്റമാണ് വരുത്തിയതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഉസ്ത്രാസനം ചെയ്ത പോലെ നമ്മൾ അതിൻ്റെ വിപരീതാസനമായ സ്രസ്സകാസനമാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് കാൽമുട്ടുകളും കുറച്ചിഞ്ച് അകത്തി വയ്ക്കുക. രണ്ട് കൈകളും കാൽമുട്ടുകളിൽ നിന്ന് മുന്നോട്ടൂന്നി വയ്ക്കുക. രണ്ട് കൈകളും മുന്നോട്ടു നീക്കി നിങ്ങളുടെ ചെസ്റ്റും കൈമുട്ടും നിലത്ത് പതിഞ്ഞു നിൽക്കുന്ന പോലെ കിടക്കുക. മുഖവും നിലത്ത് മുട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് സ്രസ്സകാസനം. മാനസികമായ വിഷമങ്ങളെയും ചിന്തകളെയും ഒഴിവാക്കാൻ ഈ ആസനം നിങ്ങളെ സഹായിക്കും. ശ്വാസമെടുത്തുകൊണ്ട് പതുക്കെ തിരിച്ചു വരിക. രണ്ട് കാൽമുട്ടുകളും പതുക്കെ അടുത്തേക്ക് വയ്ക്കുക. ഇനി വജ്രാസനത്തിൽ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. അടുത്തത് ഉത്ഥാൻ മണ്ഡൂകാസനം. രണ്ട് കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് വലതു കൈ മടക്കി ഇടതു കൈ തോളിൻ്റെ മുകളിലായിട്ടും
ഇടതുകൈ മടക്കി വലതു തോളിൻ്റെ മുകളിലായിട്ടും വയ്ക്കുക. ഇനി സാധാരണ പോലെ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. ഇതാണ് മുത്താൻ മണ്ഡൂകാസനം. ഇത് നമ്മുടെ ചെസ്റ്റിന് വളരെ നല്ലൊരു ആസനമാണ്. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും നിങ്ങളുടെ കൈകൾ തിരിച്ചു കൊണ്ടുവരിക. 2 കൈകളും മുട്ടിന്മേൽ വെച്ച് വജ്രാസനത്തിൽ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഈ ആസനത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലോർക്കുക. ഇനി നമ്മൾ വക്രാസനമാണ് ചെയ്യാൻ പോകുന്നത്. ദണ്ഡാസനത്തിലിരിക്കുക. വലത് കാൽമുട്ട് മടക്കി ഇടത് കാൽമുട്ടിന് അടുത്തായി വയ്ക്കുക. വലത് കൈ വലത് നിതംബത്തിന് പുറകിലായിട്ട് വയ്ക്കുക. ഇടതുകൈ വലതു കാൽമുട്ടിന് മുകളിലൂടെയായി ഉയർത്തി വലത് കാൽപാദത്തിനരികിലായി വയ്ക്കുക, അല്ലെങ്കിൽ വലത് കാൽപാദത്തിൽ പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്തും അരക്കെട്ടും പുറകിലേക്ക് തിരിക്കുക. സാധാരണ പോലെ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. ഇത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല ഒരു ആസനമാണ്. ഇത് നമ്മുടെ ശരീരവടിവുകൾക്കും സ്പൈനൽ കോഡ് ഫ്ലെക്സിബിലിറ്റിക്കും സഹായിക്കുന്നു. അതോടൊപ്പം ചെസ്റ്റിൻ്റെയും കഴുത്തിൻ്റെയും പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുക. ഇനി ഇടതു കൈ പൂർവ്വസ്ഥിതിയിലാക്കുക. ഇനി കാലുകൾ നേരെ വയ്ക്കുക. വീണ്ടും ഈ വ്യായാമം ഇടത് കാല് വെച്ച് ചെയ്യുക. ഇടത് കാൽമുട്ട് മടക്കി ഇടത് കാൽപാദം വലതു കാൽമുട്ടിൻ്റെ അരികിലേക്ക് വയ്ക്കുക. ഇനി ഈ വ്യായാമം വലത് കൈ വെച്ച് ചെയ്യുക. വലത് കൈ ഇടത് കാൽമുട്ടിന് മുകളിലൂടെ ഇടത് കാൽപാദത്തിനടുത്തായി വയ്ക്കുക, അല്ലെങ്കിൽ വലത് കൈകൊണ്ട് ഇടത് കാൽപാദം പിടിക്കുക. ഇതാണ് വക്രാസനം. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് തിരിച്ചു കൊണ്ടുവരിക. കൈകൾ തിരിച്ചു കൊണ്ടുവരിക. ഇനി കാലുകൾ രണ്ടും നേരെ നിവർത്തി വയ്ക്കുക. വീണ്ടും ഒരിക്കൽ കൂടി വിശ്രമാസനത്തിലേക്ക് വരിക. കണ്ണുകൾ അടച്ചുകൊണ്ട് വിശ്രമാസനത്തിലേക്ക് വരിക. കണ്ണുകൾ തുറന്ന് കഴുത്ത് നേരെ നിവർത്തി വയ്ക്കുക. ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങൾക്ക് ശേഷം കിടന്നുകൊണ്ട് ട്രീ ഫൈറ്റിംഗ് പ്രാക്ടീസസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് കമിഴ്ന്ന് കിടക്കുക. രണ്ട് കാലുകളും തമ്മിൽ ഏതാനും ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. വിരലുകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ 2 കാലുകളും വിടർത്തി വയ്ക്കുക. ഇടത് കൈപ്പത്തിക്ക് മുകളിൽ വലത് കൈപ്പത്തി വെച്ച് അതിനു മുകളിൽ കഴുത്ത് ഇടതുവശം ചരിഞ്ഞ് കിടക്കുക. കിടന്നുകൊണ്ടുള്ള ആസനങ്ങളിൽ ആദ്യത്തേത് മകരാസനമാണ്. ഈ ആസനത്തിൽ നമുക്ക് വിശ്രമിക്കാം. ഈ ആസനം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തവും സമാധാനപൂർണ്ണമാക്കുവാനും സഹായിക്കുന്നു. കണ്ണുകൾ അടയ്ക്കുക. സാധാരണ പോലെ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. 2 കാലുകളും സമവാക്കി വയ്ക്കുക. കഴുത്ത് നേരെ വയ്ക്കുക. അടുത്ത വ്യായാമം ഭുജഗാസനം. 2 കൈകളും മുന്നോട്ട് നീട്ടി കമഴ്ത്തി വയ്ക്കുക. കാൽമുട്ട് തറയിൽ മുട്ടി നിൽക്കണം. കാലുകൾ അടുത്തടുത്തായി വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ടും ചെസ്റ്റിൻ്റെ സൈഡിലായി മടക്കി വയ്ക്കുക. ശ്രദ്ധിക്കുക, 2 കൈപ്പത്തികളും ചെസ്റ്റിനോട് അടുപ്പിച്ച് വയ്ക്കണം. താടിയെല്ല് നിലത്ത് മുട്ടണം. ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ താടിയും ശരീരവും മുകളിലേക്ക് വളയ്ക്കുക.
നാഭി വരെ ശരീരം പുറകിലോട്ട് വളയ്ക്കാൻ ശ്രമിക്കുക. ഇതാണ് ഭുജംഗാസനം. ഇത് നിങ്ങളുടെ അരക്കെട്ടിനെ ഫ്ലെക്സിബിളാക്കുന്നു. അതോടൊപ്പം സുഷുമ്നാ നാഡികളുടെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. സാധാരണ പോലെ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ നിങ്ങളുടെ നെഞ്ചും ശരീരവും താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും മകരാസനത്തിൽ വിശ്രമിക്കുക. മകരാസനത്തിന് ശേഷം നമ്മൾ ശലഭാസനമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി 2 കാലുകളും അടുത്തേക്ക് വയ്ക്കുക. 2 കൈകളും നീട്ടി മുന്നോട്ട് കമിഴ്ത്തി വയ്ക്കുക. കൈമുട്ടുകൾ നിലത്ത് തട്ടുന്ന രീതിയിൽ വയ്ക്കണം. 2 കൈകളും നിങ്ങളുടെ തുടയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. കൈപ്പത്തി താഴോട്ടാക്കി കമിഴ്ത്തി വയ്ക്കുക. താടിയെല്ല് നിലത്ത് മുട്ടി നിൽക്കണം. കാൽപാദങ്ങൾ രണ്ടും കമിഴ്ത്തി അടുത്തടുത്തായി വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുട്ടുമടക്കാതെ 2 കാലുകളും മുകളിലേക്ക് ഉയർത്തുക. ഇതാണ് ശലഭാസനം. ഇത് നമ്മുടെ അരഭാഗത്തെ ഫ്ലെക്സിബിളാക്കുന്നു. അതുപോലെ തന്നെ വാതരോഗങ്ങൾ ഇല്ലായ്മ ചെയ്യാനും സഹായിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ തിരിച്ചു വരിക. വീണ്ടും ഒരിക്കൽ കൂടി മകരാസനത്തിൽ ഇരിക്കുക. ഈ ആസനം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും വരുത്തിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. നമ്മളിപ്പോൾ കമിഴ്ന്നു കിടന്നുകൊണ്ടുള്ള ആസനമാണ് ചെയ്തത്. ഇതിലുള്ളതാണ് ഭുജംഗാസനവും ശലഭാസനവും. ഇനി നമ്മൾ മലർന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങളാണ് ചെയ്യുന്നത്. കാലുകൾ രണ്ടും അടുത്തേക്ക് വെച്ച് ഇടതുവശത്തു കൂടെയോ വലതുവശത്തു കൂടെയോ മലർന്നു കിടക്കുക. കാലുകൾ തമ്മിൽ ഏതാനും ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. കൈകളും ശരീരത്തിൽ നിന്ന് ഏതാനും ഇഞ്ച് അകലത്തിൽ മലർത്തി വയ്ക്കുക. ഇതാണ് ശവാസനം. മലർന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളിൽ ആദ്യത്തേത് ശവാസനമാണ്. ഇതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശ്വാസഗതിയെയും ശ്രദ്ധിക്കും. സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. കാലുകൾ അടുത്തേക്ക് വയ്ക്കുക. മലർന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങളിൽ ആദ്യത്തേത് സേതുബന്ധാസനമാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കാലും മടക്കി നിങ്ങളുടെ നിതംബത്തിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ 2 കൈകൊണ്ടും 2 കാലിൻ്റെയും ഉപ്പൂറ്റിയിൽ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ അരഭാഗം മുകളിലേക്ക് ഉയർത്തുക. ഇനി നിങ്ങൾ സാധാരണ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടതാണ്. ഇതാണ് സേതുബന്ധനാസനം. ഈ ആസനം നമ്മുടെ ശരീരത്തെ ഫ്ലെക്സിബിളാക്കുന്നു. അരക്കെട്ടിനെയും ഫ്ലെക്സിബിളാക്കുന്നു. ചെസ്റ്റിൻ്റെയും സുഷുമ്നാ നാഡിയുടെയും ആയാസരഹിതമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് അരഭാഗം താഴ്ത്തി വയ്ക്കുക. ഇനി ശവാസനത്തിൽ വിശ്രമിക്കുക. ഈ ആസനത്തിൻ്റെ ഷേപ്പ് ഒരു സേതുവിനെ പോലെ തോന്നിക്കുന്നു. അതുകൊണ്ട് ഈ ആസനം സേതുബന്ധാസനം എന്നറിയപ്പെടുന്നു. അടുത്ത പരിശീലനത്തിന് തയ്യാറെടുക്കാം. വീണ്ടും 2 കാൽമുട്ടുകളും കാൽപാദങ്ങളും അടുത്തേക്ക് ചേർത്ത് വയ്ക്കാം. അടുത്തത് ഉത്തപ്പദാൻ ആസനമാണ്. കൈകൾ രണ്ടും അതുപോലെ തന്നെ വയ്ക്കുക. കൈപ്പത്തി കമഴ്ത്തി വയ്ക്കുക. 2 കാൽമുട്ടുകളും കാൽപാദങ്ങളും അടുപ്പിച്ച് വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുട്ടുമടക്കാതെ 2 കാലുകളും 30 ഡിഗ്രി ആംഗിളിൽ മുകളിലേക്ക് ഉയർത്തുക. സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇതാണ് ഉത്തൻപദാൻ ആസനം. ഇത് നമ്മുടെ കാലിനും
വയറിനും വളരെ നല്ല ആസനമാണ്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ കാലുകളെ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇനി ശവാസനത്തിൽ വിശ്രമിക്കുക. അടുത്തത് അർദ്ധഹാലാസനം. അർദ്ധഹാലാസനത്തിന് വേണ്ടി 2 കാലുകളും അടുപ്പിച്ചു വയ്ക്കുക. കൈകൾ രണ്ടും കമഴ്ത്തി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ 2 കാലുകളും മുട്ടുമടക്കാതെ 90 ഡിഗ്രിയിൽ മുകളിലേക്ക് ഉയർത്തുക. ഇങ്ങനെയാണ് അർദ്ധഹാലാസനത്തിൽ നിൽക്കുക. സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ കാലുകൾ താഴേക്ക് കൊണ്ടുവരിക. ഇതുപോലെ കൊണ്ടുവന്നതിന് ശേഷം ശവാസനത്തിൽ വിശ്രമിക്കുക. ഈ ആസനം ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വളരെ നല്ലതാണ്. അടുത്തത് പവനമുക്താസനം. കണ്ണുകൾ അടയ്ക്കുക. 2 കാലുകളും അടുപ്പിച്ചു വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും 90 ഡിഗ്രിയിൽ മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുട്ടുകൾ രണ്ടും മടക്കി ചെസ്റ്റിലേക്ക് അമർത്തി വയ്ക്കുക. 2 കൈകളിലെയും വിരലുകൾ കാലുകളിൽ കോർത്തു പിടിച്ച് കാൽമുട്ട് ശ്വാസം വിട്ടുകൊണ്ട് ചെസ്റ്റിലേക്ക് അമർത്തി പിടിക്കുക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് മുകളിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ മൂക്കും താടിയും 2 കാൽമുട്ടുകളുടെയും നടുവിലായി വരാൻ ശ്രദ്ധിക്കുക. ഇതാണ് പവനമുക്താസനം. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് തിരിച്ച് താഴേക്ക് കൊണ്ടുപോകുക. കൈവിരലുകൾ കോർത്തു പിടിച്ചത് വിടുക. 2 കാലുകളും 90 ഡിഗ്രി മുകളിലേക്ക് ഉയർത്തി വയ്ക്കുക. പിന്നെ പതുക്കെ പതുക്കെ താഴേക്ക് കൊണ്ടുവരിക. ഇനി വിശ്രമാസനത്തിലേക്ക് വരിക. പവനമുക്താസനം നമ്മുടെ വയറ്റിലുണ്ടാവുന്ന പലവിധങ്ങളായ രോഗങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ശവാസനം. 2 കാലുകളും ഏതാനും ഇഞ്ച് അകത്തി വയ്ക്കുക. കൈപ്പത്തികൾ രണ്ടും മലർത്തി ശരീരത്തിൽ നിന്നും ഏതാനും ഇഞ്ച് അകത്തി വയ്ക്കുക. കഴുത്ത് നേരെ വയ്ക്കുക. സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇങ്ങനെയാണ് ശവാസനം ചെയ്യുക. ഇതുവരെ ചെയ്ത ഏത് ചാലകക്രിയയായിക്കോട്ടെ, ആസനങ്ങളായിക്കോട്ടെ, ചെയ്തതിന് ശേഷം അവസാനം ശവാസനത്തിൽ വിശ്രമിക്കേണ്ടതാണ്. അഥവാ ഏതെങ്കിലും ആസനം ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശവാസനം ചെയ്യുന്നതിലൂടെ നിർവീര്യമാക്കി കളയാൻ കഴിയുന്നതാണ്. ശരീരവും മനസ്സും ശാന്തമാക്കുന്നതിനുള്ള വിദ്യയാണിത്. 3 പ്രാവശ്യം ദീർഘമായി ശ്വാസനിശ്വാസം ചെയ്യുക. നിങ്ങൾ ദീർഘമായി ശ്വാസം എടുക്കുകയും ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഓരോ ശ്വാസം എടുത്തു കഴിയുമ്പോഴും നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ ശരീരം ശാന്തമാകുന്നതും മനസ്സിന് ശാന്തി ലഭിക്കുന്നതും. അഥവാ ശ്വാസോച്ഛ്വാസം വേഗത്തിലാണെങ്കിൽ അത് സാവകാശമാക്കി മാറ്റാൻ ശ്രമിക്കുക. ശവാസനം. ഈ ആസനം നമ്മുടെ ശരീരത്തിലെ വേദനകൾ കുറയ്ക്കുന്നതിനും മടക്കുകൾ ഇല്ലാതാക്കുന്നതിനും വിവിധങ്ങളായ അസുഖങ്ങളെ ഇല്ലാതാക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നു. സാധാരണ പോലെ ശ്വാസനിശ്വാസം ചെയ്യുക.
യാതൊരു കാരണവശാലും ശ്വാസം വളരെ വേഗത്തിലും വളരെ സാവധാനവും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഒരാൾ സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്, അതുപോലെ തന്നെ ശ്വാസം എടുക്കുവാനും പുറത്തേക്ക് വിടുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും ദീർഘമായി 3 തവണ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ദീർഘമായി ശ്വാസം അകത്തേക്ക് എടുക്കുവാനും ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുവാനും ശ്രദ്ധിക്കുക. മൂന്ന് തവണ ദീർഘമായുള്ള ശ്വാസനിശ്വാസത്തിനു ശേഷം നിങ്ങളുടെ കൈയിലെയും കാലിലെയും വിരലുകൾ അനക്കുക. ശവാസനത്തിന് ശേഷം നമ്മൾ പ്രാണായാമം ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ഇടതുവശമോ വലതുവശമോ ചരിഞ്ഞ് എഴുന്നേറ്റിരിക്കേണ്ടതാണ്. ഏതെങ്കിലും ധ്യാനാത്മകമായ ആസനത്തിൽ, സുഖാസനം, അർദ്ധപദ്മാസനം അല്ലെങ്കിൽ പദ്മാസനം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇരിക്കുക. 2 കൈകളും കാൽമുട്ടുകളിൽ വയ്ക്കുക. അരയും കഴുത്തും നിവർത്തി വയ്ക്കുക. ഇനി 2 കൈകളും ധ്യാനമുദ്രയിൽ വയ്ക്കുക. സാധാരണ പോലെ ശ്വാസനിശ്വാസം ചെയ്യുക. പ്രാണായാമത്തിൽ നമ്മൾ ആദ്യം കപാലഭാതിക പരിശീലനമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അരയും കഴുത്തും നിവർത്തി നേരെ ഇരിക്കുക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ വയറ്റിലെ മാംസപേശികളെ ഉള്ളിലേക്ക് വലിക്കുക. ഇവിടെ നമ്മളൊരു സ്റ്റോക്ക് ഉണ്ടാക്കുക. 1 സെക്കൻഡിൽ 1 സ്റ്റോക്കോ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ 2 സ്റ്റോക്കോ ഉണ്ടാക്കാവുന്നതാണ്. എന്നിരുന്നാലും നമ്മളിവിടെ 2 ചക്രമാണ് ചെയ്യുന്നത്. 1 ചക്രത്തിൽ നമ്മൾ 20 പ്രാവശ്യം കപാലഭാതി ക്രിയ ചെയ്യും. അതിനുവേണ്ടി തയ്യാറാവുക. ആഴത്തിൽ ശ്വാസമെടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി കപാലഭാതി ചെയ്തു തുടങ്ങാം. അവസാനം ശ്വാസം മുഴുവനായി പുറത്തേക്ക് വിടുക. ഇനി ഈ ക്രിയ ചെയ്തിട്ട് എന്തു മാറ്റമാണ് ഉണ്ടായതെന്ന് അറിയാൻ ശ്രമിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇവിടെ കപാലഭാതിയുടെ 1 ചക്രം കഴിഞ്ഞു. വീണ്ടും 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഈ ചക്രം ചെയ്യുക. ഉള്ളിൽ നിന്നും ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് തുടർന്നുകൊണ്ടിരിക്കുക. അവസാനം ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിടുക. ശ്വാസം മുഴുവനും പൂർണ്ണമായും പുറത്തേക്ക് വിടുക. ഇനി സാധാരണ പോലെ ശ്വാസനിശ്വാസം ചെയ്തുകൊണ്ട് ഈ ക്രിയയുടെ ഗുണങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കുക. കപാലഭാതി ക്രിയ അതിൻ്റെ പേര് പോലെ തന്നെ ഇത് നമ്മുടെ അസ്ഥികൾക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിനും വളരെയധികം നല്ലതാണ്. കപാലഭാതി പ്രാണായാമത്തിന് ശേഷം അനുലോമ വിലോമ പ്രാണായാമമാണ്. 2 കൈകളും ധ്യാനമുദ്രയിൽ വയ്ക്കുക. വലത് കൈ വിരലുകളും പ്രാണായാമ മുദ്രയിൽ വയ്ക്കുക. വലതു കൈയിലെ തള്ളവിരൽ കൊണ്ട് മൂക്കിൻ്റെ വലതുവശം അടച്ചു പിടിക്കുക. മൂക്കിൻ്റെ ഇടതുവശത്തെ ഹോളിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും മൂക്കിൻ്റെ ഇടതുവശത്തൂടെ ശ്വാസം പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് എടുക്കുക. ഇടതുവശത്തെ മൂക്കിൻ്റെ ഹോള് അടച്ചു പിടിക്കുക. വലതുവശത്തെ ഹോളിലൂടെ ശ്വാസം പതുക്കെ പതുക്കെ പുറത്തേക്ക് വിടുക. ശ്വാസം മുഴുവനായി പുറത്തേക്ക് വിടുക.
വീണ്ടും മൂക്കിൻ്റെ ഇടതുവശത്തുകൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഈ ശ്വാസനിശ്വാസങ്ങൾ വളരെ ആഴത്തിൽ നിന്നുള്ളതായിരിക്കണം. മൂക്കിൻ്റെ വലതുവശം അടച്ചു പിടിക്കുക. ഇടതു മൂക്കിലൂടെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. അങ്ങനെ അനുലോമ വിലോമ പ്രാണായാമത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയായി. ഇതുപോലെ 6 ചക്രം ഓരോ തവണയായി വീണ്ടും ചെയ്യുക. അനുലോമ വിലോമ പ്രാണായാമം പ്രാണായാമത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ നാസാരന്ധ്രങ്ങളെയും സിരകളെയും ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കി വയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഈ പ്രാണായാമം നമ്മുടെ ശരീരത്തിലെ ചൂടിനെയും തണുപ്പിനെയും ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഓർക്കുക, അനുലോമ വിലോമ നാഡീശുദ്ധ പ്രാണായാമം ചെയ്യുന്ന സമയം നിങ്ങളുടെ ശ്വാസഗതി താളാത്മകമായിരിക്കണം. വളരെ ആഴത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് വിടേണ്ടതാണ്. ശ്വാസമെടുക്കുന്ന സമയത്ത് ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു താളത്തിൽ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. 4 ചക്രം പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ഈ പ്രാണായാമം അവസാനിപ്പിക്കുക. എപ്പോഴാണ് നമ്മൾ പ്രാണായാമം അവസാനിപ്പിക്കുന്നത്? ഇടതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ പ്രാണായാമം അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ അനുലോമ വിലോമ പ്രാണായാമമാണ് ചെയ്തത്. ഇന്നത്തെ പരിശീലന പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശീതളി പ്രാണായാമവും ഭ്രാമറി പ്രാണായാമവും. ശീതളി പ്രാണായാമം പേരുപോലെ തന്നെ ഇതിൻ്റെ ഫലം തണുപ്പാണ്. ഇത് നമ്മുടെ ശരീരത്തിനെ ശാന്തമാക്കുന്നു. അതുകൊണ്ട് ഇതിനെ ശീതളി പ്രാണായാമം എന്ന് പറയുന്നു. അതുപോലെ തന്നെ കഫക്കെട്ടോ ആസ്മയോ മറ്റ് കഫജന്യ രോഗങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഈ പ്രാണായാമം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രാണായാമം ശുദ്ധമായ അന്തരീക്ഷത്തിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊടിയോ മണ്ണോ മറ്റ് കീടാണുക്കളോ ഉള്ള സ്ഥലത്ത് വെച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവ നമ്മുടെ ശരീരത്തിൽ കയറിപ്പറ്റാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ പ്രാണായാമം മുഖം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. യോഗശാസ്ത്രത്തിൽ നമ്മൾ മുഖം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രാണായാമമാണിത്. ശീതളി, അതിൻ്റെ കൂടെ ഒരു പ്രാണായാമം കൂടെയുണ്ട്. അതിന് നമ്മൾ ശീത്കാര്യം എന്ന് പറയുന്നു. ഇന്നത്തെ നമ്മുടെ പ്രാണായാമം ശീതളി പ്രാണായാമമാണ്. 2 കൈകളും ധ്യാനമുദ്രയിൽ വയ്ക്കുക. നമ്മുടെ ജീവനെ പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ ഇരിക്കുക. നാവുകൊണ്ട് ഒരു ട്യൂബ് പോലെ ഉണ്ടാക്കുക. പതുക്കെ പതുക്കെ ശ്വാസമെടുക്കുക. ശ്വാസമെടുത്തതിന് ശേഷം നമ്മുടെ ജീവനെ മുഖത്തേക്ക് കൊണ്ടുവന്ന് നാക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒരിക്കൽ കൂടെ ഇങ്ങനെ ചെയ്യുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശ്വാസം എടുത്തതിന് ശേഷം നമ്മുടെ ജീവനെ മുഖത്തിനുള്ളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് മൂക്കിലൂടെ പുറത്തേക്ക് തള്ളുക. ഈ പ്രാണായാമം 4 ചക്രമായിട്ട് നമ്മൾ ചെയ്യണം. ശ്വാസം താളാത്മകമായിരിക്കണം. അത് നമ്മുടെ ശരീരം ശാന്തമാക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഈ പ്രാണായാമം വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ടെൻഷനും മറ്റു കാര്യങ്ങളുമുള്ള വ്യക്തികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. ശ്വാസമെടുക്കുക. പതുക്കെ പതുക്കെ ശ്വാസമെടുക്കുക. നിങ്ങളുടെ തൊണ്ടയിലൂടെ ആ തണുപ്പ് അനുഭവിച്ചറിയുക. ശ്വാസമെടുക്കുന്ന സമയത്ത് ശീശി എന്നുള്ള ശബ്ദം പുറത്തേക്ക് വരുത്തുന്നതിനും ശ്രദ്ധിക്കുക.
4 ചക്രം ചെയ്തതിനു ശേഷം ഈ പ്രാണായാമം അവസാനിപ്പിക്കുക. ഈ പ്രാണായാമത്തിനു ശേഷം നിങ്ങളുടെ ശരീരം ശാന്തമായത് അനുഭവിച്ചറിയുക. ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ഈ പരിശീലനം 5-6 തവണ ചെയ്തുകൊണ്ട് തുടങ്ങുക. പിന്നീട് ദീർഘമായി ചെയ്യുന്ന സമയത്ത് ചക്രത്തിൻ്റെ എണ്ണം പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശീതളി പ്രാണായാമമാണ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രാണായാമമാണ് ബ്രാഹ്മണി പ്രാണായാമം. ബ്രാഹ്മണി എന്ന ഒരു ബേഡിൻ്റെ ഹമ്മിങ് സൗണ്ടാണ് അർത്ഥമാക്കുന്നത്. എപ്രകാരമാണോ പക്ഷിയിൽ നിന്ന് ഹമ്മിങ് സൗണ്ട് ഉണ്ടാകുന്നത്, അതുപോലെ മൂക്കിൽ നിന്നും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ ബ്രാഹ്മറി പ്രാണായാമം എന്ന് പറയുന്നത്. ഇത് നമ്മൾ 2 തരത്തിൽ ചെയ്യുന്നു. ആദ്യത്തേത് ഷൺമുഖി മുദ്ര ഇല്ലാതെയും രണ്ടാമത്തേത് സന്മുഖി മുദ്രയും. ആദ്യം ഷൺമുഖി മുദ്ര ഇല്ലാതെയാണ് നമ്മൾ ഈ വ്യായാമം ചെയ്യുന്നത്. 2 കൈകളും ധ്യാനമുദ്രയിൽ തന്നെ വെക്കണം. മൂക്കിലൂടെ പതുക്കെ പതുക്കെ ശ്വാസമെടുക്കുക. ശ്വാസം വിടുന്ന സമയത്ത് പക്ഷികളെപ്പോലെ ഹമ്മിങ് ശബ്ദമുണ്ടാക്കുക. 5 പ്രാവശ്യം ഈ പ്രാണായാമം ചെയ്യുക. ദീർഘമായി ശ്വാസമെടുക്കുക. വീണ്ടും ശ്വാസമെടുക്കുക. ശ്വാസം വിടുന്ന സമയത്ത് ഹമ്മിങ് ശബ്ദമുണ്ടാക്കുക. വീണ്ടും ശ്വാസമെടുക്കുക. വീണ്ടും ശ്വാസമെടുക്കുക. ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ചെയ്യുക. വീണ്ടും ശ്വാസമെടുക്കുക. വിശ്രമിക്കുക. ഇതാണ് ബ്രാഹ്മറി പ്രാണായാമം. ഈ പ്രാണായാമം നമ്മുടെ തലച്ചോറിന് വളരെ ഉത്തമമാണ്. ഇത് നമ്മുടെ മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ശരീരത്തിലെ മറ്റു പലവിധ അസുഖങ്ങളെയും ഇല്ലാതാക്കുവാനും സഹായിക്കുന്നു. എങ്ങനെയാണോ നിങ്ങളുടെ ടെൻഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്, അതേപോലെ നിങ്ങളുടെ അസുഖത്തിൻ്റെ ആവൃത്തിയും കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ്. ഈ പ്രാണായാമം നമ്മുടെ നാഡീവ്യൂഹത്തെയും വളരെയധികം സ്വാധീനിക്കുന്നു. ഇനി ഈ പ്രാണായാമം നമ്മൾ ഷൺമുഖി മുദ്ര വെച്ച് ചെയ്യുന്നു. ഷൺമുഖി മുദ്ര ചെയ്യുന്നതിന് വേണ്ടി 2 കൈകളിലെയും തള്ളവിരൽ കൊണ്ട് 2 ചെവിയും അടച്ചു വയ്ക്കുക. ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണുകൾ അടച്ചു പിടിക്കുക. നടുവിരൽ മൂക്കിൻ്റെ ഇരുവശത്തുമായി വയ്ക്കുക. മോതിരവിരൽ ചുണ്ടിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. ചെറുവിരൽ ചുണ്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് വയ്ക്കുക. വീണ്ടും 5 പ്രാവശ്യം കൂടെ പ്രാണായാമത്തിലെ ക്രിയകൾ ചെയ്യുക. ഉള്ളിൽ നിന്നും ആഴത്തിൽ ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തുവിടുന്ന സമയത്ത് ബേഡ്സിൻ്റെ ഹമ്മിങ് പോലെ ശബ്ദമുണ്ടാക്കുക.
പതുക്കെ തിരിച്ചു വരിക. 2 കൈകളും ധ്യാനമുദ്രയിലേക്ക് വയ്ക്കുക. ഈ പ്രാണായാമം നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കും. ഇത് നമ്മുടെ മസ്തിഷ്കത്തിനെ ശാന്തവും സമാധാനപരവുമാക്കുന്നു. മനസ്സിൽ വല്ല ടെൻഷനും ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതായി മാറുന്നു. ശരീരത്തിന് സ്ഥിരതയും മനസ്സിന് ശാന്തിയും ലഭിക്കുന്നു. പ്രാണായാമത്തിന് ശേഷം നമ്മൾ ധ്യാനമാണ് ചെയ്യാൻ പോകുന്നത്. ധ്യാനം യോഗയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. ധ്യാനമില്ലാതെ യോഗ സമ്പൂർണ്ണമാകുന്നില്ല. ധ്യാനത്തിനു വേണ്ടി നിങ്ങൾ ജ്ഞാൻമുദ്രയോ ധ്യാനമുദ്രയോ ചെയ്യേണ്ടതാണ്. അരയും കഴുത്തും നേരെ വെച്ച് പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച് മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ച് അതിലേക്ക് ശ്രദ്ധയൂന്നുക. ഇനി പതുക്കെ പതുക്കെ ആ വിചാരങ്ങളെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഒരു ബിന്ദുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏറ്റവും പ്രധാനം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ നിങ്ങളുടെ മൂക്കിന് മുകളിൽ കേന്ദ്രീകരിച്ചതായി സങ്കൽപ്പിക്കുക. അവിടെ നിന്നും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ഉണ്ടാകുന്നതായി സങ്കൽപ്പിക്കുക. ഓരോ ശ്വാസോച്ഛ്വാസഗതിയെയും ശ്രദ്ധിക്കുക, അറിയാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ശ്വാസം നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നതെന്നും പുറത്തേക്ക് പോകുന്നതെന്നും അനുഭവിച്ചറിയുക. ഇതിലൂടെ എപ്പോൾ ശ്വാസം നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നു, അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഊർജം, ഒരു പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിട്ട് അനുഭവപ്പെടും. എപ്പോൾ ശ്വാസം പുറത്തേക്ക് പോകുന്നു, അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നതാണ്. വീണ്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ജീവചക്രത്തിൽ ഉറപ്പിക്കുക. എന്നിട്ട് ധ്യാനത്തിൽ ലയിക്കുക. ധ്യാനം മനസ്സിനെ ഏകാഗ്രമാക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു. മാനസികമായ വിഷമങ്ങളെയെല്ലാം ഇല്ലാതാക്കുവാൻ ഇത് സഹായിക്കുന്നു. ചിന്തകളൊന്നുമില്ലാതെ ധ്യാനത്തിൽ ലയിക്കുക. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക. ശാന്തി ലഭിച്ചിരിക്കുന്നു. ഇനി സാധാരണ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്ത് ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഹൃദയവും മനസ്സും നന്നാക്കി വയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും സന്തുലിതമാക്കി വയ്ക്കണം. ഇതിലൂടെയാണ് നമ്മളുടെ ആത്മവികാസം സാധ്യമാകുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ഈ ലോകത്തിനു വേണ്ടിയും ശാന്തിയും സമാധാനവും ആനന്ദവും കണ്ടെത്തുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതാണ്. ഞാൻ മാനുഷിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിന് ബാധ്യസ്ഥനാണ്. അത് നാടിൻ്റെ വികസനത്തിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്യും. ഏത് കഠിന പരിതസ്ഥിതിയിലും നമുക്ക് ഒരു പോംവഴിയുണ്ടായിരിക്കും.
ധ്യാനത്തോടും സങ്കല്പത്തോടും കൂടി നമ്മുടെ മനസ്സ് ശാന്തവും നിർവിചാരവുമായി തീരുന്നു. ശാന്തവും നിർവിചാരവുമായ മനസ്സ്. ഇനി നമ്മൾ ശാന്തിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. 2 കൈകളും നമസ്കാരമുദ്രയിൽ വയ്ക്കുക. ഒരു പ്രാവശ്യം ഓം എന്ന് ജപിക്കുകയും ശേഷം ശാന്തിമന്ത്രം ചൊല്ലുകയും ചെയ്യുക. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. പതുക്കെ നിങ്ങളുടെ 2 കൈപ്പത്തിയും കണ്ണിന് മുകളിലായി വയ്ക്കുക. കൈകൾ കൊണ്ട് മുഖത്ത് തഴുകി പതുക്കെ കണ്ണുകൾ തുറക്കുക. നിങ്ങൾക്കേവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഈ പരിശീലന പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി. നമസ്കാരം. ശുഭദിനം.